ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മാത്രമേ നമുക്ക് ഏതൊരു കാര്യമായാലും അത് വേണ്ടതുപോലെ നടക്കാനൊക്കെ ആ ഭഗവത് കാരുണ്യം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ അല്ലേ. പലരും ഇപ്പം നമ്മൾ വരണ ആൾക്കാർക്ക് പലരും പറയുന്ന പല കാര്യങ്ങളെന്താ, ഇന്നലെ നല്ല മഴയായിരുന്നു, അത് കാരണം എനിക്ക് വരാൻ പറ്റിയില്ല, ഇന്നലെ എനിക്ക് അങ്ങോട്ട് പോകേണ്ടി വന്നു, അത് കാരണം എനിക്ക് വരാൻ പറ്റിയില്ല, അങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞിട്ട്. അപ്പം നമുക്ക് എത്രണ്ട് നമ്മുടെ മനസ്സിനൊരു ഇച്ഛയുണ്ട് എന്നുള്ളതനുസരിച്ചിട്ടാണ് ഇതൊക്കെ. നമ്മുടെ മനസ്സിനിങ്ങനെ കൊതിക്കണം, അതിങ്ങനെ നാളെ ആവുമ്പോൾ പോകണം, അത് മാത്രം ആ ഭഗവാന്റെ മുമ്പിൽ ഇരിക്കാൻ പറ്റുക, ആ ഭഗവാന്റെ മുമ്പിൽ ഇരുന്നിട്ട് അതിനോട് നമുക്കൊരു രതി ഉണ്ടാവണം. എത്ര കൊതിക്കണു, എത്ര നമ്മൾ വേവലാതിപ്പെടണു അതിന് വേണ്ടിയിട്ട് വെച്ചാൽ, അല്ലെ ഒരു മത്സ്യത്തിനെ പിടിച്ച് കരക്കിലിടുമ്പോൾ ആ വെള്ളത്തിലേക്ക് തിരിച്ചെത്തണവരെ അത് കിടന്ന് പെടയും, അതിന് പ്രാണൻ കിട്ടാണ്ട്. അതുപോലെ നമ്മളുടെ ആ പ്രാണൻ പെടഞ്ഞുകൊണ്ടേയിരിക്കണം ആ സന്നിധിയിലെത്തിയിട്ട്. കാരണം നമ്മളെല്ലാവരും അതെ ഇതുപോലെ ആ പ്രാണന് വേണ്ടിയിട്ട് ഓരോന്നും അതെ. നമ്മളിപ്പോൾ നമുക്ക് ആ സുഖമെന്ന് തോന്നണ കാര്യങ്ങളൊക്കെ നമ്മൾ സ്വപ്നം, ഇന്നലെ പറഞ്ഞില്ലേ, സ്വപ്നം കാണുന്ന പോലെയാണ് ഇതൊക്കെ. ആ സ്വപ്നത്തിൽ നിന്ന് ഉണരുക വേണ്ടത്. ഇപ്പം നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതൊക്കെ സ്വപ്നമാണ്, നമുക്ക് സ്വപ്ന സമാനമാണ്. ആ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നാൽ പറയും ഇതല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് വേണമെങ്കിൽ എന്ത് വേണം, ഇതുപോലെയുള്ള ആ സത്സംഗങ്ങളിൽ നിന്നാണ് ആ ഉണർവ് ലഭിക്കുള്ളൂ. അപ്പം നമ്മളെപ്പോഴും കൊതിച്ചുകൊണ്ടേയിരിക്കണം എന്തു വന്നാലും. കാരണം നിസ്സാരമായ ഈ വക കാര്യങ്ങളെ തരണം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. നമ്മൾ വേണം എന്ന് വിചാരിച്ചാൽ സാധിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മളതിൽ അലസത കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങൾ തരണം ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ തളർന്നു പോകും. ഇപ്പം നമുക്ക് സാധിക്കുന്ന കാര്യമാണ് അല്ലേ. ഇവിടെ വരുന്ന ആ അമ്മ, ഇന്ന് ആ അമ്മയെ കണ്ടില്ല, ആ അമ്മ വീണിട്ട് ഞാൻ വിചാരിച്ചു ഇനി അമ്മ വരികയുണ്ടാവില്ല എന്ന്. പക്ഷേ ആ അമ്മയുടെ ഒക്കെ ഒരു മനസ്സ് നോക്കി, ഇത്ര പ്രായമായിട്ടും എത്തിപ്പെടാനായിട്ട് എത്ര ദൂരത്തുനിന്നാണ് എത്തിപ്പെടുന്നത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ദൂരം അല്ലെങ്കിൽ ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം അത് ദൂരം തന്നെയാണ്. അപ്പോൾ കാലമ നീരുണ്ട്, അതെ. അപ്പോൾ അതൊക്കെ വച്ചിട്ട് അമ്മ വീണു എന്നാൽ ഞാൻ ഇനി വരുന്നില്ല, ഭഗവാന്റെ നാമം ജപിക്കാൻ വന്നിട്ട് രാമായണം കേൾക്കാൻ വന്നിട്ട് എനിക്കിതല്ലേ കിട്ടി, ഞാനീ പോണില്ല എന്നല്ല അമ്മ വിചാരിച്ചത്. അത് സാരമില്ല, ഭഗവാൻ എന്നെ കാത്തു, ഇത്രയല്ലേ പറ്റിയുള്ളൂ, അതുകൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് വരണമെന്നാണ്. അപ്പം നമ്മൾ പല കാരണങ്ങളെ കൊണ്ട് നമ്മൾ വേണ്ടാന്ന് വെക്കണു. അപ്പോൾ ആ വേണ്ടാന്ന് വയ്ക്കാൻ നമുക്ക് 100 കാര്യങ്ങളുണ്ടാവും. വേണം എന്ന് വയ്ക്കണമെങ്കിൽ ഒരേ ഒരു കാര്യം മാത്രം മതി, ഭഗവാനോടുള്ള ഒരു കൊതി. ഇപ്പോൾ വീട്ടിലിരുന്ന് നമുക്ക് രാമായണം